Hello guys, welcome to DILSHA's vlog. അപ്പോൾ ഇന്ന് വിഷു ആയതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വക വിഷു ദിനാശംസകൾ. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാ പരിപാടിക്കും ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം പായസം. സോ ഗായ്സ്, നമ്മൾ അടപ്പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 6 പാക്കറ്റ് പാല് പൊട്ടിച്ചിന്. 6 പാക്കറ്റ് പാല് വെച്ചാൽ 3 ലിറ്റർ പാല്. അപ്പോൾ 3 ലിറ്റർ പാല് പൊട്ടിച്ചിട്ട് പാത്രത്തിലാക്കി നമ്മൾ തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ് ഗൈസ്. ഫ്രീസറിൽ വെച്ചതിനാൽ കുറച്ച് കട്ട പോലെ ഉണ്ടായിരുന്നു. സോ ഇത് അടുപ്പത്ത് നിന്ന് സോളിഡിൽ നിന്ന് ലിക്വിഡൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ലെറ്റ്സ് വാച്ച് ഇറ്റ്. സോ ഗൈസ്, നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത പാലായതുകൊണ്ട് പാലിൻ്റെ കട്ടകളാണ് ഇപ്പോൾ ഉള്ളത്. അത് നമ്മൾ ലിക്വിഡ് രൂപത്തിലാവാൻ വേണ്ടി ഇപ്പോൾ ചെമ്പിൽ വെച്ചിരിക്കുകയാണ്. സോ ഇത് നമ്മൾ 6 പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ കൂടെ നമ്മൾ 3 ഗ്ലാസ് വെള്ളം എക്സ്ട്രാ ഒഴിച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് വാച്ച് ഇറ്റ്. ഓക്കെ, നമ്മൾ ഈ സോളിഡൊക്കെ ലിക്വിഡ് ആയി കിട്ടണം. ഇതിപ്പോൾ കട്ടപ്പാലാണ്. നമുക്ക് വേണ്ടത് ഫുള്ളായിട്ട് ലിക്വിഡ് രൂപത്തിലുള്ള പാലാണ്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. ഗൈസ്, നമ്മൾ പാല് കട്ട പാറി പാലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ചെമ്പിലാണെന്ന് പായസം ഉണ്ടാക്കുന്നത്. കുറേ പായസം ഉണ്ടാക്കുന്നത്. സോ ചെമ്പാണ് ബെറ്റർ എന്ന് തോന്നി. അതുകൊണ്ട് നമ്മൾ ചെമ്പിലാണ് ഉണ്ടാക്കുന്നത്. ഗൈസ്, ഇതാണ് നമ്മളുടെ പായസം വെച്ചത്. നമ്മുടെ പാലുണ്ട്. സോ പാല് കട്ട രൂപത്തിലായതുകൊണ്ടാണ് ഇത് അടച്ചു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പാല് പണി തരും. നമ്മുടെ കട്ടപ്പാല് ഇപ്പോൾ എല്ലാം അലിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മളിത് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇവിടെ തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ പായസത്തിലേക്ക് ഇടാനുള്ള അടയുടെ പാക്കറ്റ്സ് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അത് കുറച്ചുകൂടി തിളച്ച് കഴിഞ്ഞാൽ നമ്മളത് ഇതിലേക്ക് ഇടും. നമ്മൾ അട പാക്കറ്റ് ഇങ്ങനെ പൊട്ടിച്ച് ഇതിലേക്ക് പരത്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വേഗം അത് ഇളക്കണം ഗൈസ്, ഇല്ലെങ്കിൽ അടി പിടിക്കും. ഇത് അടുപ്പത്ത് വെക്കുന്നതുകൊണ്ട് പുക വരുന്നതുകൊണ്ട് കണ്ട് നല്ല സീനാവുന്നുണ്ട് ഗൈസ്. ഗ്യാസിൽ വെക്കുന്നതായിരുന്നു എളുപ്പം. ബട്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം അടുപ്പത്ത് വെക്കേണ്ടി വന്നു. എൻ്റെ കണ്ണുകളിൽ നിന്ന് എന്താണ് ജലപ്രവാഹമാണ് ഉണ്ടാവുന്നത്. ജലപ്രവാഹം. അവിടെ നമ്മൾ 3 ലിറ്റർ പാലിലേക്ക് 3 പാക്കറ്റാണ് എടുക്കാറ്. പക്ഷെ ഞങ്ങൾ 4 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് പായസം കുടിക്കുമ്പോൾ പാല് മാത്രം കിട്ടണ്ടല്ലോ, കുറച്ചവിടെ എക്സ്ട്രാ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിനി ഇതിട്ട സ്ഥിതിക്ക് ഫുള്ള് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി നിർത്തി കഴിഞ്ഞാൽ അടി പിടിക്കും. അടി പിടിച്ചാൽ പിന്നെ പായസം വായ വെക്കാൻ കൊണ്ടുവന്നു. സോ ഗൈസ്, ഞാൻ അടുപ്പത്ത് ഇതുവരെ പായസം വെച്ചിട്ടില്ലായിരുന്നു. വെച്ചു. അത് നല്ലോണം അറിയാനുണ്ട്. ബിക്കോസ് നമ്മൾ അടുപ്പത്ത് വെക്കുന്ന ഗ്യാസിൽ വെക്കുന്നതല്ല, അടുപ്പത്ത് വെക്കുമ്പോൾ അതിൻ്റെ പുക വരും. ആ പുക കണ്ണ് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചുറ്റിലൊന്നും കാണാൻ പറ്റില്ല. സീനാണ്. അപ്പോൾ നമ്മളിത് ഇനി അട ഇട്ടതുകൊണ്ട് ഫുള്ള് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. അടി പിടിച്ചു കഴിഞ്ഞാൽ സീനാണ്. പാല് നമ്മൾ അടി പിടിക്കാതെ ഫുള്ള് ഇളക്കിക്കൊണ്ടിരിക്കണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് അടുപ്പത്ത് പായസം വെച്ചതെന്ന്. നിങ്ങളൊക്കെ കാണുന്നല്ലേ, ഡെയിലി ഇങ്ങനെ ഗ്യാസിൻ്റെ പെട്രോളിൻ്റെ ഡീസലിൻ്റെ ഒക്കെ വില വർദ്ധിച്ചുകൊടുക്കണം. അപ്പോൾ അതിനെതിരെ ഒരു പ്രതിഷേധമായിട്ടാണ് ഞങ്ങൾ അടുപ്പത്ത് പായസം വെക്കുന്നത്. സോ ഗൈസ്, നമ്മളിങ്ങനെ ഈ നടുഭാഗം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും അടി പിടിക്കരുത്. അടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പായസത്തിൻ്റെ ടേസ്റ്റേ പോയി. ഇതിൻ്റെ പുകയുടെ ചൂടൊക്കെ വന്നിട്ട് കയ്യിൽ പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഗൈസ്. അതുകൊണ്ട് ഞാനൊരു തുണി കൂട്ടി പിടിച്ചതാണ്. പിടിക്കാൻ കുറച്ച് ആശ്വാസമൊക്കെ ഉണ്ട് ഗൈസ്. നമ്മുടെ അടുപ്പുള്ള സ്ഥലം വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. കണ്ടില്ലേ, പാറകൾ, മരങ്ങൾ, കാണാൻ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണിത്. ഇത് പിന്നെ ഊഞ്ഞാൽ എൻ്റെ ചേച്ചീൻ്റെ മക്കൾക്ക് വേണ്ടി വെറുതെ ആടാൻ വേണ്ടി കെട്ടിക്കൊടുത്താണ് ഗൈസ്. നമ്മൾ ഇളക്കുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഗൈസ്. താഴത്ത് അടി പിടിച്ചാൽ പണി കിട്ടും. ഐ റിപ്പീറ്റ്, പണി കിട്ടും. പായസത്തിൻ്റെ റിവ്യൂ ഇടണോ വേണ്ടോ എനിക്കിപ്പോഴും ഡൗട്ടാണ്. വേണമെങ്കിൽ ഇടാം, ഇടണ്ടല്ലേ, അല്ല വേണ്ട ഇടാം. സോ ഗൈസ്, നമ്മുടെ അടയുടെ പാക്കറ്റിൽ പഞ്ചസാര ഉണ്ടാകും. എന്നാലും നമ്മുടെ പായസത്തിന് ചിലപ്പോൾ മധുരം കുറച്ച് കുറവുണ്ടാകും. അപ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കും. സോ നമ്മളൊരു 4 ടീസ്പൂൺ പഞ്ചസാര ഇടുകയാണ് ഗൈസ്. പഞ്ചസാര ഇട്ടു. ഇനി നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ
മിൽക്ക് മെയ്ഡാണ് ഇടുക. മിൽക്ക് മെയ്ഡ് ഇട്ടിട്ട് ഇനി മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇനി പഞ്ചസാര ഇടും. സോ ഗായ്സ്, നമ്മുടെ പായസം റെഡി ആയി കഴിഞ്ഞു. നമ്മൾ അടുപ്പത്തുനിന്ന് പായസം ഇറക്കി വെച്ചു. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം വരുന്നത്. ഈ സാധനം നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കാണലുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്നിത്തിരി കയ്യിലേക്ക് ഒഴിച്ചിട്ട് കുടിക്കും. സോ ഗൈസ്, അതെന്താണെന്നല്ലേ, നമ്മുടെ സ്വന്തം മിൽക്ക് മെയ്ഡ്. അപ്പം നമ്മൾ മിൽക്ക് മെയ്ഡിൻ്റെ ചെറിയൊരു ടിന്നാണ് എടുത്തത്. ഇത് ഫുള്ള് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ഗൈസ്. ഇതിനെ കണ്ടൻസ്ഡ് മിൽക്കും എന്നും പറയും. സോ ഗൈസ്, നമ്മളിത് ഇറക്കി കഴിഞ്ഞിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതോടെ നമ്മുടെ പായസം റെഡി ആവുകയാണ് ഗൈസ്. സോ ഗൈസ്, ഞാൻ ഉണ്ടാക്കിയ പായസം വല്ലിച്ചിന് കൊടുക്കാൻ പോവാണ്. വല്ലിച്ച കുടിച്ചിട്ട് അഭിപ്രായം പറയൂ. ഗൈസ്, ഇത് ഞാൻ പറഞ്ഞു പറയിപ്പിച്ചതല്ല, വല്ലിച്ചിന്റെ ഇഷ്ടത്തിന് പറഞ്ഞതാ അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. അതായത് നമുക്ക് വേണ്ടത്. മിഷൻ സക്സസ്ഫുൾ. ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ. Till then, it's me, DILSHA, signing off. Bye bye.